നമസ്കാരം. തൃശ്ശൂരിലെ എം പി ആയിട്ടുള്ള ടി.എൻ. പ്രതാപന് തലയ്ക്ക് സ്ഥിരതയില്ല എന്നുള്ളതാണോ അതോ അദ്ദേഹം തലയ്ക്ക് സ്ഥിരതയില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇതുപോലെ ഒരു പറച്ചിൽ പറയുമ്പോൾ അത് കോൺഗ്രസിന് എന്തുമാത്രം ദോഷം ചെയ്യുന്നു എന്നുള്ളത് ടി.എൻ. പ്രതാപൻ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ പ്രതാപന് മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അടുത്ത് വരുന്ന തൻ്റെ പിൻഗാമിയായിട്ട് ആരും വരണ്ട എന്നുള്ളതാണോ എന്താണ് ഉദ്ദേശമെന്നൊന്നും അറിയില്ല. ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് തൃശ്ശൂരിൽ മത്സരവും. അപ്പോൾ പിന്നെ CPI പിന്നെ വെറുതെ ഗാലറിയിൽ കളി കാണാനാണോ അവിടെ നിൽക്കുന്നത്? കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് രണ്ടാമതാണ് എത്തിയത്. അതിനു മുമ്പ് സഖാവ് CN ജയദേവൻ അവിടെ ജയിച്ച സ്ഥാനാർത്ഥിയാണ്, തൃശ്ശൂർ MP ആയ വ്യക്തിയാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വളരെ കരുത്തുള്ള ഒരു മേഖലയാണ്. അവിടെ ടി.എൻ. പ്രതാപൻ പറഞ്ഞിരിക്കുകയാണ്, സുരേഷ് ഗോപിയുടെ ഈ സ്റ്റണ്ട് ഫൈറ്റും ഒക്കെ കണ്ടിട്ട് പറയുകയാണ് മത്സരം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ പാപ്പരത്വം. നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി.ജെ.പിയെ വളർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് ആലോചിക്കണം. കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് കോൺഗ്രസിന്റെ ഔദാര്യം പറ്റി എല്ലാം നേടിയ ടി.എൻ. പ്രതാപൻ പറയുന്നു മത്സരം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബി.ജെ.പിക്ക് അവിടെ ജയിക്കാം എന്ന് ടി.എൻ. പ്രതാപൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പക്ഷെ CPI കൃത്യമായി പറഞ്ഞു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം കൃത്യമായി മറുപടി പറഞ്ഞു, ഇതുപോലുള്ള വെകിളി പൂണ്ട നിലപാടുകൾ ഒക്കെ തോൽവി ഭയന്ന് തന്നെയാണ് ടി.എൻ. പ്രതാപൻ പറയുന്നതെന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ടി.എൻ. പ്രതാപൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളത് പറയണം. VM സുധീരൻ അടക്കമുള്ളവർ തൃശ്ശൂരുകാരാണെന്നുള്ളത് ഓർമ്മിക്കണം. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ VM സുധീരൻ ഇതിനും കൃത്യമായ മറുപടി കൊടുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം കെ സുധാകരന്റെ രാഷ്ട്രീയ മോഡലിനെ നഖശികാന്തം എതിർത്ത VM സുധീരന് ടി.എൻ. പ്രതാപനെ പോലുള്ള തരികിട കോൺഗ്രസ്സുകാരെ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. കോൺഗ്രസിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇദ്ദേഹമാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. CPIയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് CPI പറയും. ഇടതുപക്ഷത്തെ ഏത് നേതാവ് ചോദിച്ചാലും പറയും. കാരണം ഇടതുപക്ഷം കൃത്യമായും ആ രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കോൺഗ്രസ് ഇവിടെ നിന്ന് തളരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. ബി.ജെ.പി വരുന്നെങ്കിൽ വരട്ടെ, എന്നാലും CPM വരരുത്. ഇതാണ് കോൺഗ്രസ് തളർന്നു പോകുന്നത്. എല്ലായിടത്തും കോൺഗ്രസ് ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ പൊട്ടിത്തള്ളുന്നത് ഠബഠബയെന്ന് പറഞ്ഞ് പൊട്ടിത്തള്ളുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ കുരുട്ട് ബുദ്ധി കാരണമാണ്. അതായത് ഞാൻ ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, മറ്റവൻ ജയിക്കരുത്. ഇതാണ് കോൺഗ്രസ്സുകാരുടെ ഉള്ളിലിരിപ്പെന്ന് പറയുന്നത്. അത് തെറ്റായ സന്ദേശമായി അന്തരീക്ഷത്തിൽ പടരുകയാണ്. ടി.എൻ. പ്രതാപനെ ചുരുട്ടിക്കൂട്ടി കോൺഗ്രസ്സുകാർ തന്നെ എറിയുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ തവണ 93,000 വോട്ടിന് ടി.എൻ. പ്രതാപൻ ജയിച്ചത് അദ്ദേഹത്തിന്റെ മഹിമ കണ്ടിട്ടൊന്നുമല്ല. ആരെ പിടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിയാലും കഴിഞ്ഞ തവണ സഹതാപ തരംഗത്തിൽ, സഹതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഹുൽ ഗാന്ധി അങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ വാരട്ടെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്ന് കരുതി ജയിപ്പിച്ചതാണ്. ഇവിടെ നിന്നാണല്ലോ ആകെപ്പാടെ കുറച്ച് സീറ്റ് കിട്ടിയത്. അല്ലാതെ എവിടെ നിന്ന് കിട്ടി? ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടുമോ? ബീഹാറിൽ നിന്ന് കിട്ടുമോ? രാജസ്ഥാനിൽ നിന്ന് കിട്ടുമോ? മധ്യപ്രദേശിൽ നിന്ന് കിട്ടുമോ? ഗുജറാത്തിൽ നിന്ന് കിട്ടുമോ? ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടുമോ? ഒരു സംസ്ഥാനത്തും ലേബലോ അഡ്രസ്സോ ഒരു പേരും പോലും ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി അധപ്പതിച്ചു കഴിഞ്ഞില്ലേ? ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ 1985കളിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ 1989 വരെ ഇല്ലായിരുന്നോ? അപ്പോ ഇന്നത്തെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ബി.ജെ.പിയെ വളർത്തിയെടുത്തത്. ഇന്ന് ഈ കാണുന്ന ബി.ജെ.പിയുടെ എല്ലാ രീതിയിലുള്ള ആധിപത്യത്തിന്റെയും സമ്പൂർണമായ ഉത്തരവാദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന് കൂടുതൽ വലിയ രീതിയിലുള്ള ആക്കം കൂട്ടാനാണ് നമ്മുടെ തൃശ്ശൂർ MP ആയ ടി.എൻ. പ്രതാപൻ ഒന്ന് ആഞ്ഞു ശ്രമിക്കുന്നത്. ബിനോയ് വിശ്വം കൃത്യമായി പറയുന്നുണ്ട് CPIക്ക് അവിടെ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയും. VR സുനിൽകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ CPI തീർച്ചയായും ജയിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതിനകത്ത് ഒരു തർക്കവും വേണ്ട.
കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.